ഇസ്രായേലുമായുള്ള പ്രതിരോധ കരാർ താൽക്കാലികമായി നിർത്തിവച്ചതായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചു. മധ്യേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇറ്റലിയുടെ ഈ നിർണായക നീക്കം. 2003 ഒപ്പുവെച്ചതും ഓരോ 5 വർഷം കൂടുമ്പോഴും സ്വയം പുതുക്കുന്നതുമായ പ്രതിരോധ കരാറാണ് ഇറ്റലി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ശേഷം ഇസ്രായേലിലേക്കുള്ള പുതിയ ആയുധ കയറ്റുമതി ലൈസൻസുകൾ ഇറ്റലി പൂർണ്ണമായും റദ്ദാക്കിയിരുന്നു. നിലവിലുള്ള കരാറുകൾ ഓരോന്നായി പരിശോധിച്ചു വരികയാണെന്നും മെലോണി വ്യക്തമാക്കി. കരാർ നിർത്തിവെച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത സൈനിക പരിശീലനങ്ങളും ഇല്ലാതാകും. ലബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഇറ്റലി ശക്തമായി അപലപിച്ചിരുന്നു. ഈ സേനയിൽ വലിയൊരു വിഭാഗം ഇറ്റാലിയൻ സൈനികരാണ്. കരാർ നിർത്തിവെക്കുവാൻ ഇതായിരിക്കാം ഒരു കാരണമെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുന്നത് ഇറ്റലിയുടെ ഇന്ധന കാർഷിക മേഖലകളെ ബാധിക്കുമെന്ന ആശങ്കയും മെലോണി പങ്കുവച്ചു. എന്നാൽ ഇറ്റലിയുടെ ഈ നീക്കത്തെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നിസ്സാരവൽക്കരിക്കാനാണ് ശ്രമിച്ചത്. ഇറ്റലിയുമായി നിലവിൽ ഗൗരവമായ സുരക്ഷാ കരാറുകളൊന്നുമില്ലെന്നും പഴയൊരു ധാരണാപത്രം മാത്രമാണ് നിലവിലുള്ളതെന്നും ഇത് ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിക്കില്ലെന്നും ഇസ്രായേൽ പ്രതികരിച്ചു. മധ്യേഷ്യയിലെ യുദ്ധം തുടങ്ങിയ ശേഷം ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തലാക്കിയ ആദ്യ യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നാണ് ഇറ്റലി. ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ കർശനമായ നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചതെന്നും ജോർജിയ മെലോണി അവകാശപ്പെട്ടു.